GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 2. നികുതി ഒഴിവായ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നികുതി ബാധ്യത അധികമായി വരുമോ എന്ന ഒരു ചോദ്യം ഉണ്ട്. പ്രത്യേകിച്ച് 5% നികുതിയായിരുന്നത് നില്ലാക്കിയ അവസ്ഥയുണ്ട്. 18% നികുതിയായത് 5% ആക്കിയ അവസ്ഥയുണ്ട്. ഈ രണ്ടവസ്ഥയിൽ 18% നികുതിയായിരുന്നത് 5% ആക്കിയാൽ കുഴപ്പമില്ല, ഒരു പൈസയും തിരിച്ചടക്കേണ്ടതില്ല, റിവേഴ്സ് ടാക്സായി തിരിച്ചടക്കേണ്ടതില്ല. എന്നാൽ നികുതി ബാധ്യത നില്ലായാൽ കട്ട് ഓഫ് ഡേറ്റ് എന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന 22/9/2025 ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിൽ റേറ്റായി കൺവേർട്ട് ചെയ്യപ്പെട്ട സാധനങ്ങളുടെ വോളിയം കണക്കുകൂട്ടി അതിൻ്റെ സ്റ്റോക്കിന്മേൽ എത്ര ഇൻപുട്ട് നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ ആ ഇൻപുട്ട് നികുതി റിവേഴ്സ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കുന്ന സാധനം ടാക്സ് ഇല്ലാതെയാക്കിയ, ടാക്സ് ഒഴിവാക്കിയതോ നില്ലാക്കിയതോ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യത്തിൽ ബാധ്യത വരികയുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. എങ്കിലും CGST നിയമം വെച്ച് നോക്കുമ്പോൾ നികുതി നിരക്ക് കുറച്ച് 0 ആക്കിയ അല്ലെങ്കിൽ നില്ലാക്കിയ അവസ്ഥയിൽ മാത്രമേ എടുത്ത ഇൻപുട്ട് തിരിച്ചടക്കേണ്ട അവസ്ഥ, സ്റ്റോക്കിലിരിക്കുന്ന സാധനങ്ങളുടെ എടുത്ത ഇൻപുട്ട് പലിശ സഹിതം തിരിച്ചടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ.